അദ്ദേഹത്തിൻ്റെ ഈ വികൃതികൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപരാഷ്ട്രപതി, കഴിയുമെങ്കിൽ രാഷ്ട്രപതി തന്നെ ആകുന്നതിനുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവകാശവാദം അദ്ദേഹം സ്വയം ഉന്നയിച്ചിരുന്നു. പക്ഷെ ഒരു ഗവർണർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാ കാലത്തും വ്യത്യസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അങ്ങനെയാണ്. അദ്ദേഹം ഇതിനോടകം 8 രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊരു റെക്കോർഡായിരിക്കും. ഒരു പാർട്ടി മാറിയാൽ തന്നെ നമുക്ക് ആ ആളോട് അല്പം ബഹുമാനക്കുറവുണ്ടാവും. അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അത് രാജിവെച്ച് പിന്നീട് VP സിംഗിൻ്റെ കൂടെ കൂടി. ഇപ്പോൾ അദ്ദേഹം BJP-യിലാണ്. BJP-യിൽ അദ്ദേഹത്തിനൊരു പദവി കിട്ടി, അതാണ് കേരള ഗവർണർ. പക്ഷെ അവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ ഉള്ള ഉദ്ദേശമൊന്നും അദ്ദേഹത്തിനില്ല. ഉപരാഷ്ട്രപതി, കഴിയുമെങ്കിൽ രാഷ്ട്രപതി തന്നെ ആകുന്നതിനുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവകാശവാദം അദ്ദേഹം സ്വയം ഉന്നയിച്ചിരുന്നു. അതൊന്നും നടന്നില്ല. ഞാൻ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിപരമായ വൈഷമ്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആ പക പല രീതിയിൽ പുറത്തേക്ക് വരും. കേരളത്തിലെ മാർക്സിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ഈ മന്ത്രിസഭയോടുള്ള എതിർപ്പ് അല്ലെങ്കിൽ യുദ്ധം അദ്ദേഹം ഈ രീതിയിൽ നടത്തുമ്പോൾ അത് കേന്ദ്രത്തിലെ BJP-യെ പ്രീതിപ്പെടുത്തും എന്ന് അദ്ദേഹം ധരിക്കുന്നുണ്ടാകാം. BJP-ക്ക് കേരളത്തിൽ കാലുകുത്താൻ ഇടം കിട്ടാത്ത സാഹചര്യത്തിൽ BJP-ക്ക് വേണ്ടി ഒരു ഗവർണർ പ്രവർത്തിക്കുന്നു എന്നത് അവരെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതും അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശമായിരിക്കാം. ആ സന്തോഷം നാളെ എന്തെങ്കിലും നേട്ടം തനിക്കുണ്ടാക്കിത്തരും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാകും. കാരണം അദ്ദേഹത്തിൻ്റെ കാലാവധി ഇനി ഏതാനും മാസങ്ങൾ കൂടിയേ ഉള്ളൂ. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഭരണഘടനാപരമായി തെറ്റാണ്. അനൗചിത്യങ്ങൾ മാത്രമാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബില്ലിൽ ഒപ്പിടുക, നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിടുക എന്നത് ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതലയാണ്. അദ്ദേഹം ഒപ്പിട്ടാലേ നിയമം അതുള്ളൂ. നിയമനിർമ്മാണം നടത്താതെ ഒരു പാർട്ടിക്കും ഒരു ഗവൺമെൻറ്റിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രിക അല്ലെങ്കിൽ അജണ്ട അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. 2 വർഷം വരെയൊക്കെ ബില്ലുകൾ അദ്ദേഹം പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നത് എനിക്ക് മാത്രമല്ല സുപ്രീം കോടതിക്ക് തന്നെ അത്ഭുതമുളവാക്കി. സുപ്രീം കോടതി പറഞ്ഞിട്ടും അദ്ദേഹം തിരുത്താൻ തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ ഈ വികൃതികൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ എല്ലാം നല്ല ഒരു ജനകീയനാകുന്നതിൽ അല്ലെങ്കിൽ ജനസമ്പർക്കം ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു ഗവർണർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? തനിക്ക് ഒരു നിയമവും ഒരു പ്രോട്ടോക്കോളും ഒന്നും ബാധകമല്ല എന്ന രീതിയിൽ ഗവർണർ പെരുമാറിയാൽ അതിൻ്റെതായ അപകടങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. അദ്ദേഹത്തിന് മാത്രമല്ല, ഈ സംസ്ഥാനത്തിനും ഉണ്ടാവും. അതുകൊണ്ട് മുഖ്യമന്ത്രിയുമായി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഏറ്റുമുട്ടുന്നതിന് വേണ്ടിയല്ല ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയെ ഗവർണറായി കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം, ഭരണഘടനാപരമായ ദൗത്യത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി അദ്ദേഹം പ്രവർത്തിച്ചാൽ അദ്ദേഹത്തിനും ഈ സംസ്ഥാനത്തിനും അത് ഗുണകരമായിരിക്കും.